ഇന്നത്തെ ഈവനിങ് വളരെ രസമായിരുന്നു. ഡാഡിയുടെ വരണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു രസം ഉണ്ടായി. പറയട്ടെ ബാലേട്ട? അങ്കിൾ എന്താ വല്ലായിരിക്കും? ബാലൻ, നിന്റെ അച്ഛൻ അച്ഛൻ പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം. ബാല, നീ ഈ രാത്രിയിൽ എവിടെ പോകുന്നു? നിന്നെ ഉപദേശിച്ച് ശാസിച്ചും തിരുത്തേണ്ട പ്രായമൊക്കെ കഴിഞ്ഞുപോയി മോനെ. എനിക്ക് വയസ്സായി. ഇനി നമ്മുടെ ഫാക്ടറിയുടെയും സ്വത്തുക്കളുടെയും കാര്യമൊക്കെ നോക്കി നടത്തേണ്ടത് നീയാണ്. അതിനൊക്കെ ഇവിടെ അച്ഛനുണ്ടല്ലോ. എന്റെ കാലം കഴിഞ്ഞാലോ? ബാലേട്ട, ബാലേട്ട, കാപ്പി. ഒന്ന് എഴുന്നേക്ക് ബാലേട്ട. അക്കൗണ്ടന്റ് സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി അതിരാവിലെ വന്നതാ ബാലേട്ട. എന്തോ പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അമ്മ ഒപ്പിട്ടാ മതി. ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? ഇനി മുതൽ ഇതൊക്കെ ചെയ്യേണ്ടത് ബാലേട്ടനല്ലേ, അല്ലാതെ ആന്റിയാണോ? നീ ഒന്ന് പോകുന്നുണ്ടോ? ചെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. ആന്റിയാ പറഞ്ഞത് ബാലേട്ടനോട് താഴെ വരാൻ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താ സ്വാമി? ഇൻകം ടാക്സിന്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് നാളെയാണ്. വി ഹാവ് ടു സബ്മിറ്റ് ദി ഇൻകം ടാക്സ് പേപ്പേഴ്സ് ടുമോറോ. സബ്മിറ്റ് ചെയ്തോളൂ. അതിന് പേപ്പേഴ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഓഫീസിൽ വെച്ച് സൈൻ ചെയ്യാൻ വേണ്ടി അച്ഛൻ പേപ്പേഴ്സ് എല്ലാം എടുത്തു വെച്ചതാണ്. പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ തോന്നി. പേപ്പേഴ്സൊക്കെ അമ്മ ഒപ്പിട്ടോളൂ. അമ്മ അകത്തുണ്ട്. ബാല, നീ എന്തായി പറയുന്നത്? ഇനി മുതൽ ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് നീയല്ലേ, അല്ല പത്മാവതിയാണോ? എനിക്കിതേ കുറിച്ച് ഒന്നും അറിഞ്ഞൂടെങ്കിൽ അമ്മയ്ക്കാവുമ്പോ. മോനെ, എനിക്കിതൊന്നും ഭരിക്കാനുള്ള അറിവോ പരിചയമോ ഇല്ല. നിന്റെ അച്ഛൻ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണിത്. അത് നടത്തിക്കൊണ്ടു പോവേണ്ട ആവശ്യവും ചുമതലയും നിനക്കാണ്, എനിക്കല്ല. ബാല, നീ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖം. രാഘവൻ നായർ എപ്പോഴും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നീ വിചാരിച്ചാൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഗുഡ്വില്ല് നിലനിർത്താൻ കഴിയും. അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും നിനക്കുണ്ട്. നാളെ രാവിലെ ഞാൻ പോവും.
സാരമല്ല പത്മാവതി, എല്ലാം നേരെയാവും. ചേട്ടന് നാളെ തന്നെ പോണോ? വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അവിടെ ഒരുപാട് ജോലിയുണ്ട്. ഏതായാലും രേഖ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ആ, അത് ശരിയാണ്. ഈ സമയത്ത് നിനക്കൊരു കൂട്ടാവുമല്ലോ. വരൂ മോളെ. ദാ വരുന്നു ആന്റി. അമ്മേ, ബാലേട്ടൻ ഈ വേഷത്തിൽ എവിടെ പോന്നു? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. ഞാനും വരുന്നു. അതേ അമ്മേ, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അച്ഛനും ക്ഷേത്രത്തിൽ പോവായിരുന്നില്ലേ? ഗണേശ, വിഘ്നേശ്വര, വിനായകനേ, വിഘ്നേശ്വര, രക്ഷിക്കണേ. എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷങ്ങള്? വിശേഷങ്ങൾ ഇതുവരെ ഒരു നാഥനില്ലാത്ത കളരിയായിരുന്നു ഇത്. ഇപ്പൊ സാർ വന്നപ്പോ ആ അവസ്ഥ അങ്ങ് മാറി. ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. എവരിതിങ് വിൽ ഗോ സ്മൂത്ത്ലി. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? 31, ഇൻക്ലൂഡിംഗ് മീ 32, 32. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തോണ്ട് കൊണ്ടുവരാം.